നല്ല ബ്യൂട്ടിഫുൾ വിഷു കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. എല്ലാം ഒരു പേൾ ക്രീം ആ ഒരു കാറ്റഗറിയിലായിരിക്കും സാരീസ് വരുന്നത്. അതിൽ ഡിഫറെന്റ് പാറ്റേണിലുള്ള വർക്കാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. വീഡിയോ കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് സാരി നല്ലൊരു പാറ്റേണിലാണ് ഇതിൽ വർക്ക് വരുന്നത് കേട്ടോ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേൾ ക്രീം ആണ്. പേൾ ക്രീം ആയിരിക്കും സാരിയുടെ ബേസ് വരുന്നത്. അതിലൊരു ആന്റി ഗോൾഡൻ ബനാറസി ബോർഡേഴ്സ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരിക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ഒരു സെമി ടെസ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരുന്നത്. സെയിം ടോൺ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള നല്ലൊരു അബ്സ്ട്രാക്ട് ഡിസൈൻസിലായിരിക്കും ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതിലൊരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് വർക്കിൽ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ബാപ്റ്റിസോ ഹോളി കമ്മ്യൂണിയൻ പോലുള്ള ഫംഗ്ഷൻസിനും അമ്മമാർക്കെല്ലാം ഡ്രേപ്പ് ചെയ്യാൻ നല്ലതാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. തിൻ ഫാബ്രിക് ആണ് കണ്ടോ. 1 ലെയറിലും ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ ഫാബ്രിക്കിന്. വളരെ ലൈറ്റ് വെയിറ്റ്. നമ്മൾ ആ പ്യൂർ ടെസറിന്റെ ആ ഒരു തിക്നെസ്സേ ഉള്ളൂ സാരിക്ക്. ഒരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് ഇതിൽ. നല്ല ബനാറസി ബോർഡർ ആണ്. ടെമ്പിൾ വുവൺ പാറ്റേണിലായിരിക്കും ഈ ഒരു ബോർഡർ ഫിനിഷ് ചെയ്യുന്ന സാരിക്ക്. ഫുൾ എൻ്റയർ സാരിയും ഇതേ പാറ്റേൺ തന്നെ കേട്ടോ. ആ ഒരു വർക്ക് വരുന്നത് ഇതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് വരുമ്പോൾ ആസ് യൂഷ്വൽ ആ ഒരു ഹാഫ് പോർഷനിൽ തന്നെയായിരിക്കും വർക്ക് വരിക. മുകൾ ഭാഗം വരുമ്പോൾ പ്ലെയിൻ ആണ്. ഇതൊരു സെൽഫ് ചെക്ക് ഡിസൈൻസിലാണ് ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേൺ വരുന്നത് സെൽഫ് ചെക്ക് ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു അബ്സ്ട്രാക്ട് ഡിസൈൻസ് വരുന്നത് എംബ്രോയിഡറി വർക്കിൽ. മുന്താണി റണ്ണിങ് മുന്താണിയാണ് വരുന്നത്. ഒരു ലൈൻ പാറ്റേണിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. നല്ല പാർട്ടി വെയർ സാരി കേട്ടോ. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരിക്ക്. സെയിം കളർ പാലറ്റ് സെക്കൻഡ് ഡിസൈൻ ആണ് വരുന്ന സാരി. സോഫ്റ്റ് സെമി ടെസർ തന്നെ സാരിയുടെ ഫാബ്രിക് കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെ ഈ ഒരു സാരിയിലും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. വളരെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ രണ്ട് വർക്കും തമ്മിൽ. ഇതും ആ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ ഒരു അബ്സ്ട്രാക്ട് പ്രിന്റിൽ അബ്സ്ട്രാക്ട് ഡിസൈനിൽ തന്നെയായിരിക്കും ഒരു വർക്ക് വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിൽ ഒരു സ്ക്വയർ പാറ്റേൺസ് വന്നിട്ട് അതിൽ നല്ലൊരു പാറ്റേണിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതിലും ആ ഒരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. അതും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ്. വീണ്ടും ആ ഒരു ലൈൻസ് ആണ്. ഇതിന്റെ ബോഡി വരുമ്പോൾ ലൈൻസ് ആട്ടോ വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. ടെമ്പിൾ ഡിസൈനിൽ തന്നെയുള്ള ബോർഡർ സെയിം അതേ പാറ്റേൺ തന്നെയായിരിക്കും എൻ്റയർ ബോഡിയും വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും. നല്ല വളരെ കംഫർട്ടബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല വർത്ത് ആട്ടോ ഈ സാരീസ്. നല്ല ഫാബ്രിക്കാണ് സാരിയുടെ ആ ഒരു മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും നല്ല എലഗൻറ്റ് സാരിയാണ്. പല്ലു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയായിരിക്കും വിത്ത് ബോർഡർ ആയിട്ട് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. നെക്സ്റ്റ് സാരീസ് വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട്. ടിഷ്യൂ കോട്ടൺ ആണ്. ടിഷ്യൂവും കോട്ടണും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ കേട്ടോ. ഇതും ഒരു പാർട്ടി വെയർ കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. നല്ല പാറ്റേണിലാണ് ഇതിൽ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിക്ക്. കളർ നോർമലി നമ്മൾ ആ കാണുന്ന ടിഷ്യൂടെ അതേ കളർ തന്നെയാണ് വരുന്നത്. ഒരു ആന്റി ഗോൾഡിന്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, ആന്റി ഗോൾഡൻ ടോണിലാണ്. ഒരു ബേജ് ഗോൾഡൻ ബേജ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഫുൾ സാരിയിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതും ഒരു ഡിഫറെന്റ് പാറ്റേണിലും ഡിഫറെന്റ് കളർ ടോണിലുമാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ബോഡിയിൽ കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസിൽ കണ്ടോ ഈ ഒരു പാറ്റേണിലുള്ള വർക്ക് വന്നിട്ട് നല്ല പാറ്റേണിലാണ് സാരിയിലെ ബോർഡറിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ലൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. നല്ലൊരു തിക്ക് ഫോമിലാട്ടോ വർക്ക് വരുന്നത് കണ്ടോ. വർക്കിന്റെ ബാക്ക് സൈഡും അതേ ആ ഒരു തിക്നെസ്സും ഉണ്ട് വർക്കിന്. ഒരു എംബോസ്ഡ് പാറ്റേണിൽ ഒരു സർക്കുലർ ഫോമിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ടിഷ്യൂ ബ്ലെൻഡഡ് കോട്ടൺ ആണ് ഫാബ്രിക്. പല്ലു ഒരു ഗോൾഡൻ സെറി ലൈൻസ് ആണ് മുന്നാരുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഓവറോൾ ലുക്കിങ്ങിന് വരും സാരിയുടെ. ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് മുന്താണി ബ്ലൗസ് സെയിം അതേ ഫാബ്രിക് തന്നെ. സോഫ്റ്റ് ടിഷ്യൂ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഗോൾഡൻ ബേജ് തന്നെ സാരിയുടെ കളർ വരുന്നത്. ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയിൽ ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പം ബോഡിയിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ ഡീറ്റെയിലിങ് ഈ ഒരു പാറ്റേണിലാണ്. ഒരു ട്രയാങ്കിൾ ഫോമിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതിന് മുൻപത്തത് ഒരു സർക്കുലർ പാറ്റേൺ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഒരു ട്രയാങ്കിൾ പാറ്റേണിലായിരിക്കും. മുന്താണി ബ്ലൗസ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സാരീസും വളരെ കംഫർട്ടബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല എലഗന്റ് പാർട്ടി വെയർ സാരീസാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു വിഷു കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. സെയിം ടൈം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ വീണ്ടും സെമി ടെസറിൽ സോഫ്റ്റ് സെമി ടെസറിൽ പേൾ ക്രീം തന്നെ സാരിയുടെ കളർ വരുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ്. മൾട്ടി കളർ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിൽ നല്ലൊരു ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് അപ്പുറം ലോവറും വരിക. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. നമ്മൾ പ്ലീറ്റ്സിന്റെ ഏരിയ ലോവർ ഏരിയ തന്നെയായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിൽ നല്ല ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. സാരിയുടെ ആ ഒരു ലോവർ പോർഷനിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക.
നല്ലൊരു ബേബി പിങ്ക്, പീച്ച് ആൻഡ് ബ്രൗൺ, ഈ 3 കളർ പാലറ്റിലാണ് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു ലുക്ക് ആട്ടോ സാരിക്ക്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഇതിലെല്ലാം നമ്മൾ നോർമലി കാണുന്ന ഒരു ടെസറിൽ വരുന്ന ആ ഒരു വുവൺ സ്റ്റൈൽ ഉണ്ടല്ലോ, അതേ വുവൺ പാറ്റേൺ തന്നെയായിരിക്കും. ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നതും ഈ ഒരു സ്റ്റൈലാണ്. ഒരു ത്രെഡ് വീവ് ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്. അത് ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും. പിങ്ക് ആൻഡ് പീച്ച് ആ ഒരു ടോണിൽ വന്നിട്ട് ബോർഡർ വരുന്ന ഈ ഒരു സിക്സ് ആഗ് വുവൺ സ്റ്റൈലിലാണ് സാരിക്ക് ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരി. വളരെ തിൻ ഫാബ്രിക് ആണ്. 1 ലെയറിൽ കണ്ടോ ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ സാരിക്ക്. വളരെ തിൻ ഫാബ്രിക്കിൽ റണ്ണിങ് പല്ലു. ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ, പേൾ ക്രീമിൽ തന്നെ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ഫാബ്രിക് തന്നെ കേട്ടോ. ഡിസൈൻ മാറിയിട്ടുണ്ട്. സെയിം അതേ കളർ പാലറ്റിൽ തന്നെ ആയിരിക്കും ഡിസൈൻസ് വരുന്നത്. ഇത് നല്ലൊരു ലീഫ് പാറ്റേണിലാണ് സാരിയുടെ ഡിസൈൻസ് വരുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. സോഫ്റ്റ് സെമി ടെസർ തന്നെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഇതിലും നല്ല പാറ്റേൺ ആട്ടോ. ഒരു വർക്ക് വരുന്നത് കണ്ടോ, ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഒരു ലീഫ് ഡിസൈൻസും അതിൻ്റെ ഒരു സ്റ്റെമ്മും വരുന്നുണ്ട്. അതൊരു ബ്രൗണിലായിരിക്കും. സെയിം അതേ ഒരു സിക്സ് ആഗ് പാറ്റേണിൽ തന്നെയുള്ള ബോർഡർ. മുന്താണി, ബ്ലൗസ്. തേർഡ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല നല്ല ഡിസൈൻസിലാണ് വരുന്നത്. ഇത് ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെ. ഡിസൈനിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് വരിക കേട്ടോ. പീച്ച് ആൻഡ് പിങ്ക് ബ്രൗൺ, ഈ 3 കളർ ടോണിൽ തന്നെ ആയിരിക്കും വരിക. മോട്ടീവ്സ് വരുമ്പോൾ ബോഡിയിലെ ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഒരു കച്ച് വർക്കിന്റെ എല്ലാം ആ ഒരു ടച്ച് ഉണ്ട് കേട്ടോ സാരിയുടെ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. മുന്താണി, ബ്ലൗസ്. വീണ്ടും ഫാബ്രിക്കും പാറ്റേണും മാറിയിട്ടുണ്ട്. ഇത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെ വരുന്നത് കേട്ടോ. നല്ലൊരു വിഷുവിനെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല സാരിയാണ്. ടിഷ്യൂ കോട്ടൺ തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ പാറ്റേണിലായിരിക്കും കേട്ടോ ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇതിൽ നല്ലൊരു ബ്ലൂ ആൻഡ് സ്റ്റീൽ ഗ്രേ, ഒരു പേസ്റ്റൽ യെല്ലോ, ഈ 3 കളർ ടോണിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. സാരി കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതിന്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമിലുള്ള മോട്ടീവ്സും സ്കാറ്റേർഡ് ഫോമിൽ വരുന്നുണ്ട് ബോഡിയിൽ. സിമ്പിൾ ബോർഡർ. ഈ ഒരു വർക്ക് വന്നിട്ട് മുന്താണി വരുമ്പം ഗോൾഡൻ സെറി ലൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. ഇതിന് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കിങ് ഫിഷർ, ഈ ഒരു ബ്ലൂ ഉണ്ടല്ലോ, ഈ ബ്ലൂ ടോണിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരിക്ക്. ഇതിന്റെ കൂടെ ബ്ലൗസ് വരുന്നത് ലൈൻസ് ആണ്. തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിൽ ഗോൾഡൻ സെറി ലൈൻ പാറ്റേണിലാണ് ടിഷ്യൂ ഫാബ്രിക്കിൽ ബ്ലൗസ് വരുന്നത്. സെയിം ഫാബ്രിക്, സെയിം പാറ്റേൺ തന്നെയാണ്. ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിന് മുൻപത്തെ സാരിയിൽ ബ്ലൂ ആയിരുന്നു വന്നത്. ഇത് വരുമ്പോൾ പേസ്റ്റൽ പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെ, അതേ സ്റ്റൈലിൽ തന്നെ. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. സിമ്പിൾ ബോർഡർ, ഗോൾഡൻ സെറി ലൈൻ പാറ്റേണിലാണ് മുന്താണി വരുന്നത്. നല്ല സഫീഷ്യന്റ് ലെങ്ത്തിലാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഈ സാരീസിനെല്ലാം തന്നെ ഒരു 1 മീറ്റർ ലെങ്ത്തിലാണ് ബ്ലൗസ് വരുന്നത്. ഇത് നമുക്ക് ഈ സാരിക്ക് അല്ലെങ്കിൽ, കാരണം ഇതൊരു റിച്ച് ലുക്കാണ് സാരിയുടെ ബ്ലൗസ്. നമുക്ക് വേറെ ഏത് സാരിക്കാണെങ്കിലും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സീ ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഇതിനും ഒരു സീ ഗ്രീൻ ബ്ലൗസ് ആയിരിക്കും. നല്ല ആപ്റ്റഡ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നതാണ്. അതെല്ലാം നമുക്ക് സെൽഫ് കളറിലെ ബ്ലൗസ് ഇതിനെ കൂടെ നല്ല സഫീഷ്യന്റ് ആയിട്ട് വിഡ്ത്തിലും ലെങ്ത്തിലുമാണ് ബ്ലൗസ് വരുന്നത്. പക്ഷെ കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സാരിക്ക് വേറൊരു ലുക്ക് ആയിരിക്കും നമ്മൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുമ്പോൾ. സീ ഗ്രീൻ നല്ലൊരു ലുക്ക് ആയിരിക്കും. സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഗോൾഡൻ സെറി ലൈൻ പാറ്റേണിലുള്ള ഷോർട്ട് പല്ലു വിത്ത് ബ്ലൗസ്. വീണ്ടും കോമ്പിനേഷൻ സെയിം തന്നെ കേട്ടോ. പേൾ ക്രീം തന്നെയായിരിക്കും സാരിയുടെ ബേസ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഇതിൽ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. ഇതും ആ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് തന്നെ വരുന്നത്. ബ്ലൂ വിത്ത് ഗ്രേ ആൻഡ് ഒരു എംബ്രാൾഡ് ഗ്രീൻ, ഈ ഒരു 3 കളർ ടോണിലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. പല്ലു, ബ്ലൗസ് ആ ഒരു സെറി വുവൺ സ്റ്റൈലിൽ തന്നെ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിൽ ഒരു 1 മീറ്റർ ലെങ്ത്തിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് പീച്ചാണ്. സെയിം അതേ പാറ്റേൺ തന്നെ കേട്ടോ. എംബ്രോയിഡറി വർക്ക് എല്ലാം അതേ സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഇതിനും പീച്ച് ബ്ലൗസ് ആയിരിക്കും കേട്ടോ നല്ലത്. പേൾ ക്രീമിലായിരിക്കും എല്ലാ സാരീസും ബേസ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസ് ബ്ലൗസ്. ഓഷ്യൻ ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ഓഷ്യൻ ഗ്രീൻ ഫ്ലവേഴ്സ് വന്നിട്ട് എമറാൾഡ് ഗ്രീൻ ആയിരിക്കും ആ ഒരു ജാൽ ഡിസൈൻസ് വരുന്നത് കേട്ടോ. മുന്താണി, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ഒരു ബേബി പിങ്ക് ആണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനുള്ള ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലൊരു എമറാൾഡ് ഗ്രീനിലായിരിക്കും ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേൺ, ബ്ലൗസ്.